സമരത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷത്തിന്റെ നടിയറവ് പറയേണ്ടി വന്നു എങ്കിൽ ഞാൻ പറയുക, പാഠം 1 കിനാലൂർ എന്ന അധ്യായം പഠനവിധേയമാക്കുവാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയെങ്കിലും സന്നദ്ധമാകേണ്ടുന്ന സാഹചര്യമാണിത്. ഞാൻ ഇത് പറയുന്നത് ഇടതുപക്ഷത്തോടുള്ള എല്ലാ ഗുണകാംക്ഷയും നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ സമീപനം മാറണം എന്നുള്ളത് കൊണ്ടാണ്. ജനകീയ സമരങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെ കടന്നുവന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്ക് പറയാം, വികസനവുമായി ബന്ധപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നമുക്ക് വെക്കാം. ഞാൻ പറയുന്നു, അതിൽ ഞങ്ങൾ സംവാദത്തിന് സന്നദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി വികസനവുമായി ബന്ധപ്പെട്ട് അതെടുത്ത നിലപാടിനെ കുറിച്ച് ഒരു ഖേദവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടിപ്പിക്കാനില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ എടുത്ത നിലപാട് വികസനം വേണ്ട എന്ന നിലപാടല്ല, മറിച്ച് വികസനം ആർക്ക് വേണ്ടി എന്ന മൗലികമായ ചോദ്യമാണ്. ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട വികസനം ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഒരു മന്ത്രിസഭ സ്തംഭിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ആർക്ക് വേണ്ടി? ഒരു വ്യക്തിക്ക് വേണ്ടി. തോമസ് ചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. തോമസ് ചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല വികസനം, മറിച്ച് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു വികസന കാഴ്ചപ്പാടിനെ വികസിപ്പിച്ചെടുക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുമ്പോഴാണ് ആ ഭരണകൂടത്തിന്റെ വികസനം മണ്ണിനെയും മനുഷ്യനെയും തൊട്ടറിഞ്ഞ വികസനമായി മാറുന്നത് എന്ന് ഭരണകൂടം ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഓരോന്നെടുക്കാം. നമുക്കറിയാമല്ലോ, പാച്ചിമടയിൽ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത്, അതിന്റെ പോഷക സംഘടനകൾ, അതിന്റെ മറ്റു സംവിധാനങ്ങളെല്ലാം സാമൂഹ്യ രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടാറുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റിയാണ്. സാമൂഹ്യ ഇടപെടലുകളിൽ നീണ്ട ഒരു സമരചരിത്രമുള്ള പ്രസ്ഥാനം. പാച്ചിമടയിൽ ഇടപെട്ടിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഇടപെട്ടത് എന്ന് പരിശോധിക്കണം. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് ജീവജലം ഊറ്റിപ്പെട്ട അഥവാ ജീവജലം നഷ്ടപ്പെട്ട അവിടെയുള്ള ആദിവാസികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊണ്ടത്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഞങ്ങൾ നിലകൊള്ളേണ്ടത്? ആ രാജ്യത്തെ പാലക്കാട് പാവപ്പെട്ട ആദിവാസികളുടെ ജീവജലം ഊറ്റിയെടുക്കുന്ന കൊക്കക്കോള കമ്പനിയുടെ കൂടെയാണോ നിലകൊള്ളേണ്ടത്? അതല്ല, ആ നാട്ടിലെ പാവപ്പെട്ട അക്ഷരാഭ്യാസമില്ലാത്ത ആദിവാസികളോടൊപ്പമാണ് നിലകൊള്ളേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ചങ്ങരയിൽ സമരം നടന്നിട്ടുണ്ട്. ചങ്ങര സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മർദ്ദനം ഞങ്ങളുടെ പ്രവർത്തകർ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ചങ്ങര സമരത്തെ പിന്തുണച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഈ കേരളത്തിൽ 3 ലക്ഷത്തോളം ആളുകൾ ഇനിയും 6 അടി മണ്ണ് പോലും കിട്ടാത്തവരാണ്. നമ്മൾ മനസ്സിലാക്കണം, രാജ്യം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോവുകയാണ്. മാറി മാറി വരുന്ന മുന്നണികൾ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ രാജ്യത്തെ കടലും കായലും അതുപോലെ തന്നെ മലയോര മേഖലകളും കയ്യേറ്റക്കാർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ ചെന്നാൽ മല കയ്യേറ്റക്കാരുടെ കയ്യിലാണ്, കായലിൽ ചെന്നാൽ കായൽ ഈ രാജ്യത്തെ കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. കടലും അതുപോലെ തന്നെ കരയും ഈ രാജ്യത്തെ വൻകിടക്കാർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുമ്പോൾ ജനിച്ചുപോയ മണ്ണിൽ ജീവിക്കാൻ 6 അടി മണ്ണിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന 3 കോടി ജനത ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കുക സാധ്യമാണോ? 4 ലക്ഷത്തിലധികം ആളുകൾ വീടില്ലാത്തവരായി കേരളത്തിലുണ്ട്. അങ്ങനെ ഭൂമിയില്ലാത്ത ദലിതുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഹാരിസൺസിന്റെ കാലാവധി കഴിഞ്ഞ ഗവൺമെന്റിന്റെ പൊതുഭൂമിയിൽ കയ്യേറി സമരം നടത്തിയപ്പോൾ അവരോട് മനുഷ്യാവകാശ ലംഘനം ഹാരിസൺസിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഞങ്ങൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയണം, യഥാർത്ഥത്തിൽ ശവദാഹം നടത്താൻ വഴിയില്ലാഞ്ഞിട്ട് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മൃതദേഹം ദഹിപ്പിച്ച നാടാണ് ഈ കൊച്ചു കേരളം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മാത്രമല്ല, അടക്കം ചെയ്യാൻ മണ്ണില്ലാത്തതിന്റെ പേരിൽ അടുക്കള മാന്തിയിട്ട് അടക്കം ചെയ്തിട്ട് അതിനു മുകളിൽ അടുപ്പ് മൂട്ടിയിട്ട് ആഹാരം പാചകം നടത്തുന്ന ദലിതന്റെ മണ്ണാണ് ഈ മണ്ണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് ഞങ്ങൾ നിലയുറപ്പിക്കേണ്ടത്? 3 ലക്ഷത്തോളം വരുന്ന മണ്ണ് എന്ന് പറയുന്നത് സ്വന്തമായില്ലാത്ത ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കൂടെയാണോ നിൽക്കേണ്ടത്? അതല്ല, ഈ രാജ്യത്ത് കയ്യേറ്റക്കാരുടെ കൂടെയാണോ നിൽക്കേണ്ടത്? അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നമുക്ക് എക്സ്പ്രസ് ഹൈവേയാണ് പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം എക്സ്പ്രസ് ഹൈവേ സമരത്തിന്റെ ആശയപരമായും ആവേശമായും പിന്തുണ കൊടുത്ത ഒരു വ്യക്തി കൂടി ക്യാബിനറ്റിൽ ഞങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. കേരളം ഒറ്റക്കെട്ടല്ലേ ആ സമരത്തിൽ ഉണ്ടായിരുന്നത്? എനിക്കറിയാം, കേരളത്തിൽ ജനകീയ സമരം നടക്കുമ്പോഴെല്ലാം മുഖ്യധാര പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന തലത്തിൽ നിലപാടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്.
ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാ ജനകീയ സമരത്തിന്റെയും മുന്നണി പോരാളികളായിട്ടുണ്ടാകാം. അന്ന് എക്സ്പ്രസ് ഹൈവേ സമരം നടന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഇടതു വലത് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ മുന്നിലും ഞങ്ങൾ പിന്നിലും നിന്നിട്ടാണ് ആ സമരം നടന്നത്. 100 മീറ്റർ വീതിയിൽ കേരളത്തിൽ ഒരു രാക്ഷസപാത വേണ്ട എന്നാണ് പറഞ്ഞത്, റോഡ് വേണ്ട എന്നല്ല പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധമാണ് യഥാർത്ഥത്തിൽ എക്സ്പ്രസ് ഹൈവേ പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് 2 വർഷം അത് പറയാനെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പേ ഞങ്ങൾ പറഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെയ്തത്. ഹൈവേ വികസനത്തിലേക്ക് നമുക്ക് വരാം. ആരാണ് ഹൈവേ വികസിപ്പിക്കരുതെന്ന് പറഞ്ഞത്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജനങ്ങൾ ഒരുപക്ഷെ വഴിയാത്രയിൽ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ കണ്ടോ, നിങ്ങളല്ലേ റോഡ് മുടക്കിയത്? ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങൾ ഹൈവേ വികസിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് കേരളത്തിൽ ഉയർന്ന ഒരു പോസ്റ്റർ ഉണ്ട്, മറന്നു പോകരുത്. ഈ രാജ്യത്ത് നാഷണൽ ഹൈവേ 30 മീറ്ററിൽ വികസിപ്പിക്കുക എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. 30 മീറ്ററിൽ വികസിപ്പിക്കുക. 15 മീറ്ററോളം സ്ഥലം BOTക്ക് തീരെഴുതി കൊടുക്കാതിരിക്കുക. നടക്കാനുള്ള വഴി നമ്മൾ പറയാറുള്ളത് പോലെ ഒരു വീടിനും ഒരാധാരവും ഇല്ലാത്ത 3 ലക്ഷത്തോളം ആളുകളുടെ കഥ പറഞ്ഞല്ലോ. അവർ വഴിയാധാരം എന്ന് പറയാറുണ്ടായിരുന്നത് അവർക്ക് കയറിക്കിടക്കാനുള്ള ആധാരമായിട്ട് വഴിയാണ് ഉണ്ടായത്. ആ പൊതുവഴി കൂടി കേരളത്തിലേക്ക് കടന്നു വന്ന കുത്തകകൾക്ക് BOT അടിസ്ഥാനത്തിൽ തീരെഴുതി കൊടുക്കുന്ന 45 മീറ്റർ അവർ കടന്നു കൊടുക്കുന്ന, അതിനു പുറമെ വലിയ സംഖ്യ ഗ്രാന്റ് കൊടുക്കുന്ന, നാടിന്റെ പൊതുമുതൽ കുത്തകകൾക്ക് വിൽക്കുന്ന ഉദാരീകരണ നയം. അതാണല്ലോ കോൺഗ്രസുമായി ചേരാത്തതിന് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ ഇടതുപക്ഷം എടുത്ത നിലപാടെന്താ? ഉദാരീകരണ നയം കാരണമാണ് ഞങ്ങൾ അവരുമായി ചേരാത്തത് എന്നാണ്. ആ ഉദാരീകരണ നയത്തിന്റെ ഫലമായി രാജ്യത്ത് BOT അടിസ്ഥാനത്തിൽ 45 മീറ്റർ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, വേണ്ട സുഹൃത്തുക്കളെ, 2 തവണ റോഡിന്റെ വികസനത്തിന് വേണ്ടി സ്വന്തം പുരയിടം തകർത്ത് പിന്നിലോട്ട് മാറി നിന്ന ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകളുണ്ട്. അവർക്ക് കൃത്യമായ പാക്കേജ് ഒന്നും കൊടുക്കാതെ ആ നാട്ടിലുള്ള സാധാരണക്കാരെ മാറ്റിയിട്ട് 45 മീറ്റർ എടുക്കേണ്ടതില്ല, 45 മീറ്റർ എടുക്കേണ്ടതില്ല. അതാണെന്ന് 45 മീറ്റർ എടുക്കരുത് എന്നതാണെന്ന് സോളിഡാരിറ്റി പറഞ്ഞത്. 30 മീറ്ററിൽ ഹൈവേ വികസിപ്പിക്കണമെന്നാണെന്ന് സമൂഹത്തോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അർത്ഥത്തിൽ കേരളത്തിൽ നടന്ന നിരവധി സമരങ്ങൾ നിങ്ങൾക്കറിയാം. മൂലമ്പള്ളി സമരം, മൂന്നാർ സമരം, എൻഡോസൾഫാൻ സമരം ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ കൂടെ നിന്ന് നടത്തിയ സമരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വികസനത്തിനതിനല്ല. പക്ഷേ വികസനത്തിന്റെ രഥമുരുളുമ്പോൾ ആ രഥത്തിന് കീഴിൽ കിടന്ന് പടയുന്ന സാധാരണക്കാരുടെ നിലവിളി കേൾക്കാനുള്ള ഏതോ അർത്ഥത്തിലുള്ള അകക്കണ്ണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. മുല്ലാ നസ്റുദ്ദീന്റെ ഒരു കഥ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ കേട്ട കഥയാണ്, നമുക്കറിയാവുന്ന കഥയാണ്. മുല്ലാ നസ്റുദ്ദീൻ മകൻ പരീക്ഷ കഴിഞ്ഞ് തോറ്റു വന്നപ്പോൾ മുല്ലാ നസ്റുദ്ദീൻ കൊടുത്തു 4 അടി. എന്തിനാ അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മുല്ലാ നസ്റുദ്ദീൻ പറഞ്ഞു, പരീക്ഷയിൽ തോറ്റതിനാണ് മകനെ നിനക്കടി കിട്ടിയത്. മകൻ തൊട്ടടുത്ത ദിവസം പരീക്ഷ കഴിഞ്ഞ നല്ല മാർക്ക് വാങ്ങിയിട്ട് ജയിച്ചു വന്ന പേപ്പർ കാണിച്ചു കൊടുത്തപ്പോൾ മുല്ലാ നസ്റുദ്ദീൻ കൊടുത്തു 4 അടി. എന്തിനാണ് ഇന്നെന്നെ അടിച്ചത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മോനെ, ജയിച്ചിട്ടുണ്ടെങ്കിൽ നീ വൈകിയാണ് വീട്ടിലേക്ക് വന്നത്, വൈകിയതിനുള്ള അടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസത്തെ പരീക്ഷയിൽ മുല്ലാ നസ്റുദ്ദീന്റെ അടുത്ത് മകൻ വരുന്നത് സമയത്ത് തന്നെ നല്ല മാർക്ക് വാങ്ങി ജയിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 3ാമത്തെ ദിവസവും മുല്ലാ നസ്റുദ്ദീൻ മകനെ അടിച്ചോ. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഉപ്പ ഇന്നടിച്ചത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നീ ശരീരത്തിലൊക്കെ അഴുക്കാക്കിയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് അടി കിട്ടിയത് എന്ന്. 4ാമത്തെ ദിവസം മുല്ലാ നസ്റുദ്ദീൻ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പഠിച്ച് മാർക്ക് വാങ്ങി, വസ്ത്രത്തിലൊന്നും ഒരു അഴുക്കുമില്ലാതെ, അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങി സമയത്തിന് തന്നെ വന്നപ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാൾ 4 അടി മുല്ലാ നസ്റുദ്ദീൻ മകന് കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മുല്ലാ നസ്റുദ്ദീൻ പറഞ്ഞു, മോനെ, നീ എല്ലാം വൃത്തിയായി ചെയ്താലും സമൂഹം നിന്നെ വെറുതെ അടിക്കും ഒരു പക്ഷേ, അപ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ തല്ലിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി എത്ര കൃത്യമായി ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ രാജ്യത്ത് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് ബാലൻസ് ഒപ്പിക്കുവാൻ തട്ടാനും കൊട്ടാനും പറ്റുന്ന നല്ല ചണ്ടയാണ് ഞങ്ങളെന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പിന്തുണയ്ക്ക്.
അറിയാതെയല്ല, അറിഞ്ഞിട്ട് തന്നെയാണ് രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ സമീപനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് ഗെയിൽ പദ്ധതി? ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്യാസ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഗെയിൽ പദ്ധതി നടപ്പാക്കുന്നിടത്ത് അതിന്റെ പൈപ്പ് ഇടുവാനുള്ള, നിങ്ങൾക്ക് ഏതാണ്ട് എറണാകുളത്ത് നിന്ന് LNG ടെർമിനലിൽ നിന്ന് പ്രകൃതി വാതകം അങ്ങ് മംഗലാപുരത്തേക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്കും എത്തിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ് ഗെയിൽ പദ്ധതി എന്ന് പറയുന്നത്. അത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നത് തർക്കമാണ്. ഞാൻ ആ തർക്കം മാറ്റി നിർത്തുന്നു. എന്നാൽ പോലും എറണാകുളത്ത് LNG ടെർമിനൽ വന്നിരിക്കെ അത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നതിന് തടയേണ്ടെന്ന കാര്യമില്ല. പക്ഷേ അത് സമരം ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്നവർ എരഞ്ഞിമാവെത്തുമ്പോഴെങ്ങനെയാണ് തീവ്രവാദികളാകുന്നത് എന്ന് കേരളത്തിന് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ഏതാണ്ട് 2012 വാതക ബോംബിന് മുകളിൽ ജീവിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ CPI-യുമായി ബന്ധപ്പെട്ട ഇന്നത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മികച്ച പാർലമെന്ററിയനുമായ P. രാജീവൻ ഉദ്ഘാടനം ചെയ്ത സമരത്തിന്റെ കൂടെ നിൽക്കുക എന്ന ധർമ്മം മാത്രമാണ് എരഞ്ഞിമാവിലെ സാധാരണക്കാർ ചെയ്തിട്ടുള്ളത് എന്ന് അല്പം ചരിത്രത്തിന്റെ താള് പിറകോട്ട് മറിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാൻ സന്നദ്ധമാകേണ്ടതാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമീപനം ഗെയിൽ പദ്ധതി വേണ്ട എന്നുള്ളതല്ല, മറിച്ച് ആ പദ്ധതി നടപ്പാക്കുന്നിടത്ത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കേൾക്കണം, സാധാരണക്കാരന്റെ വികാരത്തെ മാനിക്കണം, ജനാധിപത്യപരമായ മര്യാദകൾ പരിഗണിക്കണം. എന്നിട്ട് നിരുപദ്രവകരമായ സ്വഭാവത്തിൽ ഈ രാജ്യത്ത് അതിന്റെ എഫക്റ്റഡ് ഏരിയയിലുള്ള ആളുകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തിയിട്ട് നടപ്പാക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ആ പദ്ധതി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ 1962 ആക്ട് ഉണ്ട്, PMP ആക്ട് എന്ന് പറയുന്ന ആക്ട്, അഥവാ പെട്രോളിയം ആൻഡ് മിനറൽ പൈപ്പ് ലൈൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് നടപ്പാക്കട്ടെ. ഗവൺമെന്റിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനോട് ജനാധിപത്യപരമായി നിയമാനുസൃതമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ജനാധിപത്യത്തിന്റെയും നിയമത്തിന്റെയും കാവലാളാകേണ്ടുന്ന ഭരണകൂടത്തോട് വിനയപുരസ്സരം ഞങ്ങൾ പറയുന്നു. 1962 PMP ആക്ട് പ്രകാരം നടപടികളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് സന്നദ്ധമാണോ? അതിലൊന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ജനോപദ്രവകരമായ ജനസാന്ദ്രതയുള്ള മേഖലയിൽ നിന്നത് മാറ്റുക എന്നുള്ളതാണ്. അവിടെ നിന്ന് പിന്നീട് അതിന്റെ നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത് പറയുന്നത് 3-1 നോട്ടീസ് കൊടുക്കണം അറിയിപ്പായിട്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ പരാതി കേൾക്കാൻ ഒരു ഹിയറിംഗ് ഏജൻസി ഉണ്ടാകണം. എന്നിട്ട് 4-1 നോട്ടീസ് കൊടുക്കണം. ഏറ്റവും അവസാനം അത് പിടിച്ചെടുക്കണമെങ്കിൽ അതിനു മുമ്പുള്ള സ്കെച്ച് കൊടുത്ത 6-1 നോട്ടീസ് കൊടുക്കണം. ഇതൊരു നോട്ടീസുമില്ലാതെ നേരം വെളുത്തിട്ട് പുലർന്നിട്ട് വാതില് തുറന്നു നോക്കുമ്പോൾ വാപ്പിളർന്നു നിൽക്കുന്ന മണ്ണുമാന്തി യന്ത്രവും അതുപോലെ തന്നെ കാക്കി ധരിച്ച ലാത്തിയുമായി പിടിച്ചു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടിലെ എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തിയിട്ട് ജീവിതായുസിനിടയ്ക്ക് അത്യധ്വാനത്തിലൂടെ നേടിയെടുത്ത 5 സെന്റ് സ്ഥലത്തുള്ള കൊച്ചു കൂരക്ക് നേരെ മണ്ണുമാന്തി യന്ത്രം അതിന്റെ വാപിളർത്തുമ്പോൾ സാധാരണക്കാരൻ നിലവിളിക്കുന്നുവെങ്കിൽ അവനെ തീവ്രവാദി എന്ന് വിളിക്കാതിരിക്കാനുള്ള മാന്യതയെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അതല്ലേ സംഭവിക്കുന്നത്? ആ രീതിയിലാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആരാണ് അതിൽ പ്രതികൾ? എല്ലാവരും ആ രംഗത്തുണ്ട്, ജനങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പിടികൂടപ്പെട്ട പ്രതികളുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് അല്ലെങ്കിൽ ആ സമരത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. അതിനകത്ത് ഏറ്റവും ഭൂരിപക്ഷമുള്ളത് ഇടതുപക്ഷ സുഹൃത്തുക്കളാണ്. അതിന്റെ പിന്നാലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. അതിന്റെ പിന്നാലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അഥവാ അവിടെ സമരം ചെയ്യുന്നത് ആ നാട്ടിലുള്ള ജനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് മതവിഭാഗത്തിനും മതനേതൃത്വത്തിനും സമരങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നാണോ? അതും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത്തരം ഒരു പൊതുബോധം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പൊതുബോധത്തെ പൊടിക്കാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നവജാഗരണ പ്രസ്ഥാനം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണത് പറഞ്ഞത്? ഭരണകൂടം ഈ രാജ്യത്തെ ഓരോ പൗരനും നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ നന്മയും താല്പര്യവും മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും രാജ്യ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം, സാമൂഹ്യ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ആ പ്രവർത്തിക്കുന്ന ആളുകളുടെ മോട്ടിവേഷൻ ചിലപ്പോൾ മതമാകാം,
അതുപോലെ തന്നെ മതേതരത്വം, മതമല്ലാത്ത മതത്തിന്റെ തന്നെ നിരാകരിക്കുന്ന ദർശനങ്ങളാകാം. എന്താണ് മോട്ടിവേഷൻ എന്നുള്ളതല്ല, രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. രാജ്യത്തിന്റെ ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ രാജ്യത്ത് ആ അർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്ത് മതസമൂഹവും സാമൂഹിക ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഭജനമൊന്നും പരിചയമില്ലാത്ത ഒരു ദർശനമാണ്. മതത്തിന്റെ അതിരുകൾക്കകത്ത് ഇസ്ലാമിനെ പരിമിതപ്പെടുത്താൻ, പള്ളിയുടെ മിമ്പറുകളിൽ മാത്രം ഇസ്ലാമിക ആശയങ്ങൾ പരിമിതപ്പെടുത്താൻ, ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള കഥ പറഞ്ഞ് ജീവിതായുസ് തുലച്ചു കളയാൻ കടന്നു വന്ന പ്രസ്ഥാനമല്ല ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യത്തെ അതുപോലെ തന്നെ സമൂഹത്തെ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ചരിത്രത്തിൽ പ്രവാചകന്മാർ